ഹായ് ഫ്രണ്ട്സ്, ഹീരാമണ്ടി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഒരു ഒറിജിനൽ സീരീസാണ് ഹീരാമണ്ടി. ഇത് കാണാനുള്ള ഒരേ ഒരു കാരണം ഇതിൻ്റെ ക്രിയേറ്റർ ഡയറക്ടർ സഞ്ജയ് ലീല ബൻസാലി. അദ്ദേഹം ബോളിവുഡിൽ ഒരു പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിറങ്ങിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗംഗുബായി കത്യവാദി, പത്മാവത്, ബാജിറാവു മസ്താനി, രാമലീല, കുറച്ച് മുമ്പിറങ്ങിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗുസാരിഷ്, ദേവദാസ്, ഹം ദിൽ ദേ ചുക്കേ സനം, ഇങ്ങനെ ഒരു മെയിനായിട്ട് ഫാമിലി ഡ്രാമ എടുക്കുന്ന ഒരു സംവിധായകനാണ് ബൻസാലി. അതേസമയം ആ ഫാമിലി ഡ്രാമക്ക് ഒരു പീരിയഡ് ടച്ച് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ടച്ച് ഉണ്ടാവും. ഒരു ഗ്രാൻഡ് സ്കെയിലായിരിക്കും പൊതുവെ അദ്ദേഹം സിനിമ എടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഹീരാമണ്ടി എന്നുള്ള സീരീസ് എത്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 8 എപ്പിസോഡുകളാണുള്ളത്. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ദൈർഘ്യം. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് 8 എപ്പിസോഡ് എന്നുള്ളത് ഒരു 5ഓ 6ഓ എപ്പിസോഡായിട്ട് ചുരുക്കമായിരുന്നു. നല്ല എഴുച്ചിലുണ്ട്. ഒരു വലിയ സ്കെയിലെടുത്ത മെഗാ സീരിയൽ പോലത്തെ ഒരു സീരീസ്, അതാണ് ഹീരാമണ്ടി. ഈ സീരീസിന്റെ ബേസിക് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഭരണകാലത്തെ അവിഭക്ത ഇന്ത്യയിലെ ലാഹോറിൽ ഒരു ചെറിയ സ്ഥലം ഹീരാമണ്ടി, അവിടെ താമസിക്കുന്ന കുറച്ച് സ്ത്രീകൾ, അവരെ വിളിക്കുന്നത് തവൈഫുകൾ എന്നാണ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ആ സ്ഥലത്തുള്ള നവാബുമാർ ആരാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരില്ലേ, അതുപോലെ അവിടെയുള്ള ആൾക്കാരാണ് നവാബുമാർ. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ത്രീകളാണ് ഈ തവൈഫുകൾ. ഇത് സാധാരണ മുംബൈയിലോ ഡൽഹിയിലോ കൊൽക്കത്തയിലോ നമ്മൾ കഥകളിലൊക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു ചുവന്ന തെരുവല്ല. കുറച്ചും കൂടി ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന, സർവാഭരണ വിഭൂഷിതകളായ കുറെ ആർട്ടുകളൊക്കെ, അതായത് മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെ അറിയുന്ന തവൈഫുകളാണ് ഹീരാമണ്ടിയിലുള്ളത്. ഈ ഹീരാമണ്ടിയിൽ ചീഫായുള്ള ഒരു ലേഡി ഉണ്ടാവും. അവർക്ക് അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. ഇങ്ങനെ ആ ഒരു സിംഹാസനത്തിന് വേണ്ടിയുള്ള കുറച്ച് ഫൈറ്റും, ചതി, വഞ്ചന, കുറച്ച് പ്രണയം, കാമം, പിന്നെ ബ്രിട്ടീഷ് ഭരണകാലത്തെ സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ കൂടിയുള്ള ഒരു ഒരു മിക്സാണ് ഹീരാമണ്ടി എന്നുള്ള സീരീസ്. ഇതിലെ പെർഫോമൻസിലേക്ക് വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ ചീഫായിട്ട് ഒരു ലേഡി ഉണ്ട്. അത് അഭിനയിച്ചിരിക്കുന്നത് മനീഷ കൊയ്രാളയാണ്, മല്ലിക ജാൻ എന്നുള്ള കഥാപാത്രം. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം സോനാക്ഷി സിൻഹ അവതരിപ്പിച്ച ഫരീദൻ ജാൻ എന്നുള്ള കഥാപാത്രമാണ്. നല്ല ബോൾഡായിട്ടുള്ള, പക്ഷേ ഇമോഷണൽ സീനൊക്കെ കറക്റ്റ് സമയത്ത് വേണ്ട രീതിയിൽ കൺവേ ചെയ്തൊരു കഥാപാത്രം. പിന്നെ ബിബ്ബോ ജാൻ എന്നുള്ള കഥാപാത്രമായിട്ട് അതിഥി റാവു ഹൈദരി, അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയൊരു പ്രകടനം, ഇതിലെ മെയിൻ കഥാപാത്രം ആലം സേബ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അത് അഭിനയിച്ചിരിക്കുന്നത് സഞ്ജയ് ലീല ബൻസാലിയുടെ മരുമകളാണ്. അവരുടെ പേര് ഷർമീൻ സീഗൾ മെഹ്ത. 8 എപ്പിസോഡുകളിലും ഒരേ എക്സ്പ്രഷൻ. അതിപ്പോൾ സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, നിരാശ ആയിക്കോട്ടെ, പ്രണയം ആയിക്കോട്ടെ, ഓൾ ഇൻ വൺ പാക്കേജ് എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഒറ്റ എക്സ്പ്രഷൻ. ഇതുപോലെ നമ്മൾ മുമ്പ് കണ്ടത് മഹേഷ് ബാബുവിലാണ്. നെപ്പോട്ടിസത്തിൻ്റെ ഒക്കെ ഉത്തമ ഉദാഹരണമാണ് ഈ സീരീസിലെ മെയിൻ ലീഡായി വന്ന ഈ നടി. പിന്നെ ഇതിലൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, മികച്ച രീതിയിൽ അഭിനയിക്കുന്ന 2 നടിമാർ, ഒന്ന് റീച്ച ശർമ്മ, 2 സുധി ശർമ്മ. ഇവർക്ക് കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ. ഈ സുധി ശർമ്മ എന്ന് പോലുള്ള നടി ഒരു യങ്ങായുള്ള നടിയാണ്. അവർക്കായിരുന്നു ഈ ആലം സേബ് എന്നുള്ള ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ സീരീസ് കുറച്ചും കൂടി നന്നാവുമായിരുന്നു. പിന്നെ ഇതിൽ മെയിൽ ക്യാരക്ടേഴ്സും ഉണ്ട്. ഒന്ന് ഫർദീൻ ഖാൻ, 2 അധ്യയൻ സുമൻ. ഇവരൊക്കെ കുറച്ച് കാലം മുമ്പ് ബോളിവുഡിൽ ഉണ്ടായി, പിന്നെ അപ്രത്യക്ഷമായി പോയവരാണ്. ഇവർക്കൊന്നും ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ചെയ്യാൻ. പിന്നെ ഈ സീരീസ് കണ്ടതുകൊണ്ടുള്ള ഒരു ഗുണം, കുറച്ച് ഉറുദു വാക്കുകൾ പഠിക്കാൻ പറ്റി. അബ്ബു, അമ്മി, അച്ഛൻ, അമ്മ. ആപ്പ എന്ന് വെച്ചാൽ ചേച്ചി, ഖാല എന്ന് വെച്ചാൽ ആൻറ്റി. ഇങ്ങനെ കുറച്ച് ഗുണമുണ്ടായി. ഈ സീരീസിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5. സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. പിന്നെ ആ ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ് കിട്ടും. ഇതിൻ്റെ സെറ്റൊക്കെ അത്യാവശ്യം നല്ല രസത്തിൽ വെച്ചിട്ടുണ്ട്.